നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. മഴയും ദുരിതപ്പെയ്ത്തും തുടരുന്നതിനിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇന്നലെ 2 അറസ്റ്റുകളാണ് കളം പിടിച്ചത്. രാവിലെ നടന്ന അർജുൻ നായങ്കിയുടെ അറസ്റ്റും വൈകിട്ട് നടന്ന TG മോഹൻദാസിന്റെ കസ്റ്റഡിയെടുപ്പും പിന്നീടുണ്ടായ അറസ്റ്റ് രേഖപ്പെടുത്തലും. ആഭ്യന്തരമന്ത്രിയെയും സർക്കാർ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചാണ് അർജുൻ നായങ്കി റിമാൻഡിൽ ആയതെങ്കിൽ ദില്ലിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടാണ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത്. ഗുണ്ടകളെ മാത്രമല്ല, ഗുണ്ടകളെ പോറ്റി വളർത്തുന്നവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ പറയുന്നത് കേട്ടത്. 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ ഒരു പോറ്റലും സംരക്ഷണവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരു തടയിടൽ നല്ലതാണ്. അത് ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക, തുടർ നടപടികൾ എങ്ങനെയായിരിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും നീണ്ടകരയിലും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി 11ാം ദിവസവും തിരച്ചിൽ തുടരും. നാവികസേനയുടെ INS കൽപ്പേനിയും തെരച്ചിലിന്. ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം രാവിലെ 11-ന്. കുട്ടനാട്ടിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പാർലമെന്റിൽ എത്തിയേക്കും. FCRA ബിൽ അവതരിപ്പിക്കാൻ സാധ്യത. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി പറയും വരെ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ലും പാർലമെന്റിൽ അവതരിപ്പിക്കും. ട്രേഡ് യൂണിയനുകളുടെയും കിസാൻ മോർച്ചയുടെയും രാജ്യവ്യാപക ജയിൽ നിറയ്ക്കൽ സമരം ഇന്ന്. ജന്തർ മന്ദറിൽ പ്രതിഷേധം. ദില്ലിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായ വിവാദ പരാമർശത്തിൽ TG മോഹൻദാസ് അറസ്റ്റിൽ. കസ്റ്റഡിയിലെടുത്തത് കൊച്ചിയിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചു. 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. പോലീസ് ഊർജിത തിരച്ചിൽ നടത്തുമ്പോഴും അർജുൻ നായങ്കി കണ്ണൂരിൽ കറങ്ങി നടന്നതിന്റെ വിവരങ്ങൾ പുറത്ത്. ബുധനാഴ്ച കണ്ണൂരിലെത്തിച്ച അർജുൻ 2 ദിവസം തളിപ്പറമ്പിലെ ഹോട്ടലിൽ തങ്ങി. സഹായിച്ച സുഹൃത്ത് പ്രണവിനും ബന്ധു കുട്ടനുമായി തെരച്ചിൽ. അർജുൻ നായങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ കണ്ണൂർ സൈബർ പോലീസിന്റെ നീക്കം. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിൽ എതിർപ്പുമായി പ്രകൃതി സ്നേഹികളും ആദിവാസികളും. നിയമപ്രകാരമുള്ള അവകാശങ്ങൾ പോലും നൽകാതെ വാഴച്ചാൽ മേഖലയിലെ ആദിവാസികളെ കാടിനുള്ളിലേക്ക് തള്ളിവിടാൻ ശ്രമമെന്ന് ആക്ഷേപം. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുന്നതിനിടെ ഫിഷറീസ് മന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് യോഗം. യോഗശേഷം മന്ത്രി VE അബ്ദുൾ ഗഫൂർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അതിനിടെ മുതലപ്പുഴയിൽ കാണാതായ ഷിജിനു വേണ്ടിയും വിഴിഞ്ഞത്ത് കാണാതായ ജോണിനു വേണ്ടിയും തിരച്ചിൽ ഇന്നും തുടരും. മുങ്ങൽ വിദഗ്ധർക്കൊപ്പം നേവിയും മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അൺഫിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിറ്റ്, ഈ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ അത് തുടരുകയാണ്. ഇന്നത്തെ തിരച്ചിൽ അത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സംവിധാനങ്ങളാണ് ഇന്നിപ്പോൾ അതിന് ഉപയോഗിക്കുക? ഒപ്പം ഇന്നിപ്പോൾ മന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗവുമുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികളെ തിരുവനന്തപുരം ജില്ലയിലെ 2 ഇടങ്ങളിലാണ് കാണാതായിരിക്കുന്നത്. നമുക്കറിയാം, അത് വിഴിഞ്ഞത്ത് നിന്ന് ജോൺ മത്യാസ്, അതോടൊപ്പം തന്നെ മുതലപ്പുഴയിൽ നിന്ന് കാണാതായിരിക്കുന്നത് ഷിജിനാണ്. ഈ 2 പേരെയും കാണാതായിട്ട് ഇന്നിപ്പോൾ 11 ദിവസമാണ് ആകുന്നത്. 10 ദിവസം കഴിഞ്ഞിട്ട് 11ാമത്തെ ദിവസമായിട്ടും ഇവർക്ക് വേണ്ടി സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ എന്ന രീതിയിലാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ സർക്കാരും സംവിധാനങ്ങളും ഒക്കെ തന്നെ രംഗത്തിറങ്ങിയത്. കാരണം തുടക്കത്തിൽ ഇവർക്കെതിരെ തിരച്ചിൽ ശക്തമായിരുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പിന്തുണയും ലഭിച്ചില്ല എന്നുള്ള പരാതിയും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം നാവികസേന, ഇപ്പോൾ INS കപ്പലൊക്കെ തന്നെയും രംഗത്തുണ്ട്. നാവികസേന, കോസ്റ്റ് ഗാർഡ്, പോലീസ്, അതോടൊപ്പം തന്നെയും മുങ്ങൽ വിദഗ്ധർ, മുങ്ങൽ വിദഗ്ധർ സ്കൂബ ഡൈവിംഗ് സംഘമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അവിടെ മന്ത്രി CP ജോൺ സന്ദർശനത്തിനായി മുതലപ്പുഴയിലെത്തി. അവർക്ക് ഉറപ്പ് നൽകി. അതിനുശേഷം അദ്ദേഹം വരുമെന്ന് പറഞ്ഞ സമയത്തിന് അവർ എത്തിയില്ല. അതിനെതിരെയും പ്രതിഷേധം ഉയർന്നു. അതിനുശേഷം സ്കൂബ ഡൈവിംഗ് വിദഗ്ധരൊക്കെ തന്നെയും
നടത്തുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ തെരച്ചിൽ നടത്തുമ്പോഴും ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് പ്രതികൂലമായ കാലാവസ്ഥയാണ്. കാലാവസ്ഥ ഒട്ടും അനുയോജ്യമല്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ കടലിൽ ഈ കാണാതെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എന്ന് പറയുന്നത് കാര്യക്ഷമമായി നടക്കാനോ പ്രായോഗികമായി നടത്താനോ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൂല സാഹചര്യം കഠിനമായി വരുന്ന സമയത്ത് ഇവർ തെരച്ചിൽ അവസാനിപ്പിച്ച് പിന്നെയും മടങ്ങുന്നു കരയിലേക്ക്. അതിനുശേഷം അനുകൂലമായൊരു സാഹചര്യം വരുമ്പോൾ വീണ്ടും തെരച്ചിലേക്ക് ഇറങ്ങുന്നു. ഇതാണ് കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ കാണുന്നത്. വിഴിഞ്ഞത്തായാലും ശരി, അതുപോലെ തന്നെയാണ് മുതിരപ്പുഴയിലായാലും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഒരു വൈകിട്ടായപ്പോൾ തന്നെയും മുങ്ങൽ വിദഗ്ധരുടെ തെരച്ചിലൊക്കെ അവർ നിർത്തിയിരുന്നു. നേവിയുടെ തെരച്ചിലും നിർത്തിയിരുന്നു. കാരണം കാലാവസ്ഥ പിന്നെയും പ്രതികൂലമായി മാറിയതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും ഈ രണ്ടിടത്തും തെരച്ചിൽ ആരംഭിക്കും. ജോൺ മത്യാസിന് വേണ്ടിയും അതോടൊപ്പം ഷിജിന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിക്കും. പക്ഷേ എല്ലാ രീതിയിലും ഇപ്പോൾ സർക്കാർ പറയുന്നത് പോലെ മനുഷ്യസഹജമായ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇപ്പോൾ സർക്കാർ അവസാന ഘട്ടങ്ങളിലൊക്കെ തന്നെയും തെരച്ചിൽ ശക്തമാക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇതിനോടകം തന്നെ സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധവും ഈ പ്രതിപക്ഷ സംഘടന അടക്കം തന്നെ രംഗത്ത് വന്നു. പ്രതിപക്ഷമൊക്കെ തന്നെയും ഈ തെരച്ചിലിനെ കുറിച്ചും സർക്കാർ സംവിധാനം കാര്യക്ഷമമല്ല എന്ന രീതിയിൽ വളരെ ശക്തമായ വിമർശനവും പ്രതിഷേധവുമാണ് രംഗത്ത് നടത്തിയിട്ടുള്ളത്. അതിനിടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പരാമർശമൊക്കെ അറിയാം. ഇത് ആദ്യമായാലല്ലോ കടൽ മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്നത്. ഇടതു സർക്കാരിന്റെ കാലത്ത് എത്ര പേരെയാണ് കാണാതായത്? ഈ തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJP അടക്കം തന്നെ രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു ഭാഗത്ത് സർക്കാർ പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഫിഷറീസ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. 11 മണിക്കാണ് ഫിഷറീസ് മന്ത്രി ഉന്നതതല യോഗം വിളിച്ചത്. അതേസമയം വിഴിഞ്ഞത്ത് ഒരു ഘട്ടത്തിൽ പോലും ഫിഷറീസ് മന്ത്രി വിഴിഞ്ഞത്തായാലും മുതലപ്പുഴയിലായാലും ഈ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ കാണാതായ സ്ഥലങ്ങളിലൊന്നും തന്നെയും എല്ലാവരും എത്തിയിട്ടും ഫിഷറീസ് മന്ത്രി അവിടെ തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നുള്ള പ്രതിഷേധം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഫിഷറീസ് മന്ത്രി ഇന്ന് സംസ്ഥാനത്തുണ്ട്. അദ്ദേഹം അവിടെ പോകുമോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും ഉന്നതതല യോഗം 11 മണിക്ക് മന്ത്രി വിളിച്ചിട്ടുണ്ട്. ചേംബറിലാണ്. ആ ഉന്നതതല യോഗത്തിൽ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കും. എങ്ങനെ ഇത് കാര്യക്ഷമമായി മുന്നോട്ട് പോകാം, ഈ തെരച്ചിൽ ഏതൊക്കെ രീതിയിൽ ഏകോപിപ്പിക്കാം, ശക്തിപ്പെടുത്താം എന്നുള്ളതൊരു ചോദ്യം. മറ്റൊന്ന്, ഈ ഇങ്ങനെ മത്സ്യത്തൊഴിലാളികളെ കാണാതാകുമ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന ഏതൊക്കെ രീതിയിൽ ഈ ഒരു സംവിധാനങ്ങളൊന്നും തന്നെ ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ല. ആരാണ് ഇതിൽ മുൻകൈ എടുക്കേണ്ടത് എന്നുള്ള ചോദ്യമൊക്കെ തന്നെ ഇപ്പോഴും മുന്നിൽ നിൽക്കുകയാണ്. ഇതിലൊരു ഏകോപനം സംവിധാനം ഇല്ല എന്നുള്ളതാണ് പ്രധാനമായി വരുന്ന ചോദ്യം. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ഈ പ്രതികൂല കാലാവസ്ഥ വരുമ്പോഴുണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങൾ ഇതിനെ എങ്ങനെ നേരിടാനാകുമെന്നുള്ളതും മത്സ്യത്തൊഴിലാളികൾക്ക് അതിനുശേഷം ഇവരുടെ കുടുംബങ്ങൾക്ക് എങ്ങനെ കൈത്താങ്ങാകാനാകും എന്നുള്ള നിരവധി വിഷയങ്ങൾ ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ചർച്ചയാകും. പ്രധാനമായും ചർച്ചയാകുന്നത് ഇപ്പോൾ ഈ കാണാതായിരിക്കുന്ന 3 നീണ്ടകര ഉൾപ്പെടെ കാണാതായിരിക്കുന്ന 3 മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങൾ കടുത്ത പ്രതിഷേധത്തിലാണ്. എങ്ങനെയാണ് ഈ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഈ യോഗത്തിന് ശേഷം മന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് കൂടുതൽ സംവിധാനങ്ങളിലേക്കും ഏതൊക്കെ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക എന്നത് ഒരുപക്ഷെ വാർത്താ സമ്മേളനം വിളിച്ച് മന്ത്രി തന്നെ അറിയിക്കുമായിരിക്കും. മായ ആൻഫ്രഡ് ഡിസൂസയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. ഇന്ത്യൻ നേവിയുടെ പ്രത്യേക ഹെലികോപ്റ്ററും കടലിൽ പരിശോധന നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ അതിപ്പോൾ ഇന്നും 11ാം ദിവസവും തുടരും. ഏത് തരത്തിലുള്ള തിരച്ചിലായിരിക്കും ഇന്നും ഉണ്ടാവുക? എന്താണ് അറിയാനാവുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സമാനമായ തിരച്ചിൽ അല്ലെങ്കിൽ ഇന്നും തുടരും തന്നെയാണ് നാവികസേനയുടെയും ഒപ്പം തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടം സംഭവിച്ച സമയത്ത് ആ വള്ളത്തിൽ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലായിരുന്നു നടത്തി വന്നിരുന്നത്. അതിന്റെ ഭാഗമായി കൂടി ഇന്ന് മറൈൻ എൻഫോഴ്സ്മെന്റ് പ്രത്യേക വാഹനങ്ങളിൽ പ്രത്യേക ബോട്ടുകളിൽ സംവിധാനങ്ങൾ ഒരുക്കി ഇതിനായി മത്സ്യത്തൊഴിലാളികളുമായി കടലിലേക്ക് പോകുന്നതിനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതിന് സമാനമായ രീതിയിൽ ഈ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ സമയത്ത് ആ പ്രദേശത്തുണ്ടായിരുന്ന വലകളും മറ്റും അടിഞ്ഞുപോയ അല്ലെങ്കിൽ താന്നുപോയ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ കൂടുതലായി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക പരിശീലനം ലഭിച്ച സ്കൂബ ടീം ഉൾപ്പെടെയുള്ള അംഗങ്ങളാണ് ഇത്തരത്തിൽ കടലിന്റെ ആഴത്തിൽ പോയി ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മത്സ്യബന്ധന വലകളിലും മറ്റുമൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു തെരച്ചിൽ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംവിധാനം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്.
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല. ഏതായാലും ഇന്നും തെരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിൽ തനിക്ക് അല്പം തൃപ്തിയുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഗൗതം കൃഷ്ണയുടെ അമ്മ പറയുകയുണ്ടായി. കഴിഞ്ഞ ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റ് നടത്തിയ തിരച്ചിലുകളൊന്നും തന്നെ ഫലപ്രദമായിരുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ നടക്കുന്ന തിരച്ചിലിൽ അവർക്ക് അല്പം ആശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഗൗതം കൃഷ്ണയുടെ അമ്മയും ബന്ധുക്കളും ഒക്കെ നൽകുന്നത്. ഇന്നും തിരച്ചിൽ തുടരുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവരെ കൂടി ഉൾപ്പെടുത്തി പ്രദേശത്തെ പ്രാദേശികമായ മത്സ്യത്തൊഴിലാളികൾ ഈ തെരച്ചിലിൽ പങ്കെടുക്കുമെന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഈ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള മത്സ്യത്തൊഴിലാളി സംഘടനകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ആശയങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിലായിരിക്കും ഇന്ന് നടത്തുക. സുധീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നു. അതേസമയം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അതിശക്തമായ മഴയെ തുടർന്നാണ് അവധി പ്രഖ്യാപിച്ചത്. കുട്ടനാട് താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധി ബാധകമായിരിക്കും. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. പത്തനംതിട്ടയിലും കോട്ടയത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പാർലമെന്റിൽ എത്തിയേക്കും. FCRA ബിൽ അവതരിപ്പിക്കാൻ സാധ്യത. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ലും പാർലമെന്റിൽ അവതരിപ്പിക്കും. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി പറയും വരെ പ്രതിഷേധം തുടരുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, പ്രതിപക്ഷം പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിൽ നിന്ന് നമ്മൾ കണ്ടത് തന്നെയാണ്. അതിനിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പാർലമെന്റിൽ എത്തിയേക്കും എന്ന തരത്തിലും വിവരങ്ങൾ വരുന്നു. പക്ഷെ നേരത്തെ കേട്ടിരുന്നത് ഈ FCRA ബിൽ ബുധനാഴ്ചയായിരിക്കും അവതരിപ്പിക്കുക, അപ്പോഴായിരിക്കും അമിത്ഷാ എത്തുക എന്നല്ലേ നമ്മൾ കേട്ടിരുന്നത്. അതിൽ വലിയ മാറ്റങ്ങൾ വരികയാണോ? മയ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ന് പാർലമെന്റിന്റെ സമ്മേളനം ചേരാൻ പോകുന്നത്. ഇന്നും വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിന് തന്നെയായിരിക്കും പാർലമെന്റ് സാക്ഷ്യം വഹിക്കുക. അമിത്ഷാ എത്തുന്ന കാര്യത്തിൽ മായ ചൂണ്ടിക്കാട്ടിയതുപോലെ FCRA ബില്ല് ഇന്ന് അവതരിപ്പിക്കുമോ എന്നുള്ളത് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ മാത്രമാണ്. ബില്ലിന്മേലുള്ള ചർച്ച ബുധനാഴ്ചയായിരിക്കും എന്ന കാര്യവും അമിത്ഷാ നേരത്തെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള ചർച്ചയിലാണ് ഈ കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. അതിന്റെ ബില്ലിന്റെ അവതരണം ഇന്ന് നടന്നാൽ പോലും ചർച്ച ബുധനാഴ്ച നടക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇന്ന് അമിത്ഷാ എത്തിയേക്കും എന്നുള്ള സൂചനകൾക്ക് കാരണം പാർലമെന്റിൽ ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ള 4 ബില്ലുകളിൽ 2 ബില്ലുകൾ അവതരിപ്പിക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അതിൽ ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ, കൂടാതെ സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരള എന്നതിന് കേരളം എന്നാക്കുന്ന ബിൽ. ഈ 2 ബില്ലും അവതരിപ്പിക്കേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം തന്നെ അവതരിപ്പിക്കണമെന്ന നിർബന്ധമില്ല. അമിത്ഷാ ലോക്സഭയിൽ എത്തിയിട്ടില്ലെങ്കിൽ സഹമന്ത്രിമാർ ഈ ബില്ല് അവതരിപ്പിക്കും. ഏതായാലും ഇന്നും പാർലമെന്റ് സമ്മേളനം ചേരുമ്പോൾ ഏറ്റവും പ്രധാനമായി പ്രതിപക്ഷത്തിന്റെ നിലപാട് തന്നെയായിരിക്കും നിർണായകമാവുക. ഈ വർഷകാല സമ്മേളനത്തിലുടനീളം പരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്റെ ചർച്ചകൾക്കപ്പുറം മറ്റ് ക്രിയാത്മകമായ ചർച്ചകൾ നടക്കാനോ പാർലമെന്റിന്റെ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാനോ സമ്മതിക്കാത്ത തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയത്. ആദ്യം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ച, പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, ഇപ്പോൾ CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ലോക്സഭയും രാജ്യസഭയും നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്നത്. അമിത്ഷാ മറുപടി പറയുന്നതുവരെ ആ പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതുകൊണ്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. 13-ാം തീയതി വരെയാണ് നിലവിൽ വർഷകാല സമ്മേളനത്തിന്റെ, അതായത് വ്യാഴാഴ്ച വരെയാണ് വർഷകാല സമ്മേളനം നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ FCRA ബില്ലാണ് പാർലമെന്റിൽ വരാനുള്ള നിർണായകമായ ബില്ല്. മണ്ഡല പുനർനിർണയം, വനിതാ സംവരണം, ഭരണഘടനാ ഭേദഗതി ബിൽ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഭരണഘടനാ ഭേദഗതി ബിൽ ആയതുകൊണ്ട് തന്നെ 3-2 ഭൂരിപക്ഷം ലോക്സഭയിൽ 360 അംഗങ്ങളുടെ പിന്തുണ ബില്ല്
പാസ്സാക്കുന്നതിനാവശ്യമാണ്. നിലവിൽ വിവിധ കക്ഷികളിൽ നിന്നെത്തി NDAയിൽ എത്തിയിട്ടുള്ള അംഗങ്ങൾ കൂടി പരിശോധിക്കുമ്പോഴും ഒപ്പം DMKയും അകാലിദളും ഉൾപ്പെടെയുള്ള പാർട്ടികൾ പുറത്തുനിന്ന് പിന്തുണച്ചാൽ പോലും 360 എന്ന സംഖ്യയിലേക്ക് എത്താൻ കേന്ദ്ര സർക്കാരിന് നിലവിൽ സാധിക്കില്ല. അതുകൊണ്ട് പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ അടുത്ത സമ്മേളന കാലത്തിലേക്ക് മാറ്റിവെക്കും, അല്ലെങ്കിൽ അടുത്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. FCRA ബില്ലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. മുൻകാല പ്രാബല്യം ഈ നിയമവുമായി ബന്ധപ്പെട്ടുണ്ടാകില്ല എന്ന ഉറപ്പ് ആഭ്യന്തരമന്ത്രി ആ കൂടിക്കാഴ്ചയിൽ നൽകുകയും ചെയ്തിരുന്നു. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പാർലമെന്റിൽ എത്തിയേക്കുമോ എന്ന കാര്യത്തിലൊരു ആകാംക്ഷയുണ്ട്. ഏതായാലും 11 മണിക്ക് പാർലമെന്റ് തുടങ്ങട്ടെ, അപ്പോൾ നമുക്ക് ആ വിവരം ലഭിക്കും. ഇന്ന് ജയിൽ നിറയ്ക്കൽ സമരത്തിന് ആഹ്വാനം ചെയ്ത് സംയുക്ത കിസാൻ മോർച്ചയും CITU ഉൾപ്പെടെ ചില ട്രേഡ് യൂണിയനുകളും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ പിൻവലിക്കുക, വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ പ്രകാരമുള്ള മിനിമം താങ്ങുവില നൽകുക, VBG റാംജി പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. റോഡ്, റെയിൽ, കേന്ദ്ര സർക്കാർ ഓഫീസുകൾ എന്നിവ ഉപരോധിക്കാനാണ് ആഹ്വാനം. രാജ്യത്തെ 1000ഓളം കേന്ദ്രങ്ങളിൽ സമരം നടക്കും എന്നാണ് സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചത്. ജാർഖണ്ഡിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ഇന്ന് വിദ്യാർത്ഥികളുടെ നിയമസഭാ മാർച്ച്. JPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ റദ്ദാക്കുക, പരീക്ഷാ ക്രമക്കേടുകൾ സ്വതന്ത്ര അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം 16 ദിവസം പിന്നിട്ടിരിക്കുന്നു. റാഞ്ചിയിലെ ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിൽ നിരാഹാര സമരം നടത്തുന്ന വിദ്യാർത്ഥി നേതാവ് ദേവേന്ദ്രനാഥ് മൽഹോദയുടെ ആരോഗ്യനില മോശമായതായി ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ജൂണിൽ നടത്തിയ UGC നെറ്റ് പരീക്ഷാഫലം വൈകുന്നതായി ആക്ഷേപം ഉയരുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ സമരം ആരംഭിക്കുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ദില്ലിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായ വിവാദ പരാമർശത്തിൽ TG മോഹൻദാസ് അറസ്റ്റിൽ. കസ്റ്റഡിയിലെടുത്തത് കൊച്ചിയിലെ വീട്ടിൽ നിന്നാണ് തിരുവനന്തപുരത്ത് എത്തിച്ചു. 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. കലാപ ആഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, ദില്ലിയിലെ CJP സമരം, അതിനിടെ വിദ്യാർത്ഥികൾ അവിടെ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ വിവാദ പരാമർശം നടത്തി TG മോഹൻദാസ് എന്നാണ് കേസ്. അങ്ങനെയാണല്ലോ അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് നടപടിക്രമങ്ങൾ? എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക? എന്താണ് അറിയാനാവുന്ന വിവരങ്ങൾ? TG മോഹൻദാസിനെ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹത്തിന് കൊച്ചിയിലെ വസതിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിരുന്നു. കാരണം തിരുവനന്തപുരത്തെ സൈബർ പോലീസാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പുലർച്ചെ, അത് അർദ്ധരാത്രി പുലർച്ചെ 1:30 തിരുവനന്തപുരത്ത് എത്തിച്ചത് TG മോഹൻദാസിനെ. അദ്ദേഹത്തെ ഇപ്പോൾ തിരുവനന്തപുരം സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അദ്ദേഹത്തിനുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ഇന്നലെ കൊച്ചിയിൽ വെച്ച് പൂർത്തിയായിരുന്നു. ഇപ്പോൾ 11 മണിക്ക് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും. കസ്റ്റഡിയിൽ വാങ്ങേണ്ടതില്ല എന്ന നിലപാടിലാണ് പോലീസ്. കാരണം കസ്റ്റഡിയിൽ വാങ്ങേണ്ട തെളിവുകളൊക്കെ വേണ്ടത്ര രീതിയിൽ അവർ ശേഖരിച്ചിരുന്നു. ഡിജിറ്റൽ തെളിവുകളൊക്കെ കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ ഇന്നലെ പരിശോധന നടത്തിയപ്പോൾ തന്നെ ഡിജിറ്റൽ രേഖകളൊക്കെ തന്നെ തെളിവുകളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി കൂടുതൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയോ തെളിവെടുപ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പോലീസ്. ഇന്ന് 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ 7 വർഷത്തിൽ താഴെ ശിക്ഷയുള്ള ആ രീതിയിലുള്ള വകുപ്പുകൾ തന്നെയാണ് TG മോഹൻദാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ആ വിവാദ പരാമർശം നടത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഇത്രയേറെ കേസായിട്ടും ഇത്രയേറെ വിവാദവും വിമർശനമൊക്കെ ഉണ്ടായിട്ടും ആ വീഡിയോ പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയും കേസ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത് 7 വർഷത്തെ താഴെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഇനി കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷനും അഭിഭാഷകനും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾക്കിടെ മാത്രമേ എത്രത്തോളമാണ് ഇദ്ദേഹത്തിൻ്റെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രായപരിധിയും പ്രായമൊക്കെ തന്നെ കണക്കിലെടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി കണക്കിലെടുത്താണ് നിലവിൽ കസ്റ്റഡി വാങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. പിന്നെ മറ്റൊന്ന് പറയേണ്ടത്, ഇന്നലെ അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡി എടുക്കുന്ന സമയത്തൊക്കെ തന്നെ പ്രതിഷേധവുമായി പ്രവർത്തകരൊക്കെ രംഗത്തെത്തിയിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്ന വേളയിലൊക്കെ തന്നെയും പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്തെത്തും. അത് പോലീസ് കണക്കിലെടുക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. മായ. ശരി, അൽഫ്രഡ് ഡിസൂസയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.
അധിക്ഷേപ പരാമർശത്തിൽ കസ്റ്റഡിയിലായ TG മോഹൻദാസിന്റെ കാര്യത്തിൽ വ്യവസ്ഥാപിത നിലയിൽ പോലീസ് നടപടികൾ തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നിയമപരമായ കാര്യങ്ങളിലൂടെ പോലീസിന്റേതായ ജോലി ചെയ്യുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്നിപ്പോൾ കസ്റ്റഡിയിലെടുത്തു. അത് അതിൻ്റെ വ്യവസ്ഥാപിതമായ നിലയിൽ തന്നെ ശ്രീ മോഹൻദാസിന്റെ കാര്യത്തിലുള്ള നടപടി തുടരും. തീർച്ചയായിട്ടും പോലീസിൻ്റെതായ ജോലി ചെയ്യും. പോലീസിനെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് ആ രീതിയിൽ നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ പറയുന്ന പോലെ ഒരാളിനെ അറസ്റ്റ് ചെയ്യാനൊന്നും പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം നിയമത്തിൻ്റെ രീതിയിലേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. കാരണം ഇതെല്ലാം കോടതിയുടെ നിരീക്ഷണത്തിനും സ്കൂട്ടണിക്കും വിധേയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാളിനെ കസ്റ്റഡിയിലെടുക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിയമവശങ്ങൾ പരിശോധിക്കണം. അയാളുടെ കുറ്റകൃത്യങ്ങളെപ്പറ്റി പരിശോധിക്കണം. ആ വ്യവസ്ഥാപിതമായ നടപടികളിലൂടെ മാത്രമേ പോലീസിന് പ്രവർത്തിക്കാൻ കഴിയൂ. ചില ആളുകൾ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ഇത്രയും നാൾ ചോദിച്ചില്ല. അത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമോ? ഇതിന് ചില വ്യവസ്ഥാപിതമായ നടപടി പോലീസിനില്ലേ. അപ്പോൾ അത് പാലിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ പിന്നീട് കോടതി വരുമ്പോൾ തിരിച്ചടി ഉണ്ടാകും. ക്രിമിനൽ കേസ് പ്രതി അർജുൻ നായകിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ തേടി പോലീസ്. പണവും മറ്റ് ബാഹ്യ സഹായങ്ങളും ഒരുക്കി നൽകിയവരെയാണ് പോലീസ് തേടുന്നത്. ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റിട്ട മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതിനാൽ അർജുൻ നായകിയെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം നടത്താനാണ് കണ്ണൂർ സൈബർ പോലീസിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയ അർജുൻ നായകിക്ക് തളിപ്പറമ്പിൽ ഒളിത്താവളം ഒരുക്കിയ സുഹൃത്തിനെയും ബന്ധുവിനെയും തേടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, അർജുൻ ആയങ്കയെ സഹായിച്ച നിരവധി പേരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. അവരിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. എങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത്? എന്താണ് അറിയാനാവുന്ന വിവരങ്ങൾ? നിയമവാഴ്ചയെ വെല്ലുവിളിച്ച ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കയെ ഈ മാസം 5-ാം തീയതി കണ്ണൂരിലെത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിനുശേഷം പോലീസിന്റെ മൂക്കിന്റെ തുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങുന്നു എന്ന കാര്യമാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിന് സുഹൃത്തുക്കളുടെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബാഹ്യമായ സഹായങ്ങൾ ഒരുക്കി നൽകിയവരെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യമാണ് പോലീസിനുള്ളത്. കാരണം പോലീസിനെ ഏറെ വിഷമിപ്പിച്ച ഒരു സംഭവം കൂടിയാണിത്. മാത്രമല്ല, നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച ഒരു സംഭവത്തിൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നത് ഈ ക്രിമിനൽ നടപടിയാണ് എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുഹൃത്തുക്കൾക്കായി വ്യാപകമായ തെരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഈ സുഹൃത്തുക്കളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട്. 5-ാം തീയതി കണ്ണൂരിലെത്തിയ അർജുൻ ആയങ്കി വിവിധയിടങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളുടെ കാറിലാണ് കണ്ണൂർ ടൗണിൽ ഉൾപ്പെടെ ഈ ചുറ്റിക്കറങ്ങിയെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കാർ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുക്കാനാണ് പോലീസിന്റെ നിലവിലെത്തിയ തീരുമാനം. ഉറ്റ സുഹൃത്തായിട്ടുള്ള പ്രണവ്, അതുപോലെ തന്നെ ബന്ധു കൂടിയായിട്ടുള്ള കുട്ടൻ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. ഇവരെ കണ്ടെത്തിയാൽ ഈ ഒളി സങ്കേതം ഒരുക്കി നൽകിയത് ആരാണ് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആഭ്യന്തരമന്ത്രിയെ നവമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ ഈ ഫോൺ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ഇതിനായി തെളിവ് നടത്തുന്നതിനായി കസ്റ്റഡി അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കണ്ണൂർ സൈബർ പോലീസ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ കൂടി അർജുൻ ആയങ്കിക്കെതിരെയുണ്ട്. ഈ കേസുകളിലും അതിവേഗം അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ നിലവിലത്തെ തീരുമാനം. എന്തായാലും 23 കേസുകളാണ്, ക്രിമിനൽ കേസുകളാണ് നിലവിൽ അർജുൻ ആയങ്കിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസുകളിൽ കാര്യക്ഷമമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാക്കണമെന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ഇന്നലെ DIG ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റന്വേഷണങ്ങൾ കൂടി ഊർജിതമാക്കി കാപ്പയെ ഉൾപ്പെടുത്തി തുറങ്കിലടയ്ക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. മായ. ശരി, ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കേരളത്തിൽ ഇനി നടക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നാട്ടിൽ ജനങ്ങൾക്കാവശ്യം സമാധാനമാണെന്നും ഗുണ്ടകളെ പോറ്റി വളർത്തി സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാമെന്ന് ആരും കരുതേണ്ട എന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. റീൽസ് ഗുണ്ടകൾ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ ശക്തമായ നടപടികൾ തുടരും. പോലീസിനെ വെല്ലുവിളിച്ച് രക്ഷപ്പെട്ടു കളയാമെന്ന് ആരും കരുതേണ്ട എന്നും മന്ത്രി കൊല്ലത്ത് പ്രതികരിച്ചു. ഒരു കാര്യം വളരെ വ്യക്തമാണ്.
ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കേരളത്തിൽ അനുവദിക്കില്ല, ഒരു സംശയവുമില്ല. നാട്ടിൽ ജനങ്ങൾക്ക് ആവശ്യം സമാധാനമാണ്, ജീവന സ്വത്തിന് സുരക്ഷിതത്വമാണ്. ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ചില ആളുകളുണ്ട്, അവർ മര്യാദയ്ക്കിരിക്കണം. അങ്ങനെ ഗുണ്ടകളെ പോറ്റി വളർത്തി സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാമെന്ന് ആരും കരുതണ്ട. നാട്ടിൽ നിയമമുണ്ട്, നിയമത്തിനനുസരിച്ച് വേണം എല്ലാവരും പ്രവർത്തിക്കാൻ. എല്ലാ പൗരന്മാർക്കും നിയമം ഒരുപോലെയാണ്. അതുകൊണ്ട് ഗുണ്ടകളെ ഉപയോഗിക്കുകയും റിയൽ ഗുണ്ടകൾ ഉൾപ്പെടെയുള്ള ഇപ്പം ഗുണ്ടകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത്തരം ഗുണ്ടകളെ ഒന്നും ഒരു കാരണവശാലും ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ശക്തമായ നടപടി അക്കാര്യത്തിൽ ഉണ്ടാകും. മറ്റു വാർത്തകളിലേക്ക്. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാർ നീക്കത്തിൽ എതിർപ്പുമായി പ്രകൃതി സ്നേഹികളും ആദിവാസികളും രംഗത്ത്. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ വാഴച്ചാൽ മേഖലയിലെ ആദിവാസികളെ കാടിനുള്ളിലേക്ക് തള്ളിവിടാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നാണ് പരാതി. നിയമപ്രകാരമുള്ള അവകാശങ്ങൾ പോലും ആദിവാസികൾക്ക് നൽകാതെയാണ് ഇത്തരം ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നത് എന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി സന്ദർശിച്ച വൈദ്യുത മന്ത്രി സണ്ണി ജോസഫാണ് ജലവൈദ്യുത പദ്ധതി ആലോചനയിലുണ്ടെന്ന് പറഞ്ഞത്. കൂടുതൽ വൈദ്യുത ലബ്ധിക്കായി പദ്ധതി പരിഗണിക്കാവുന്നതാണെന്നും അത് നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒന്നാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ അത്തരമൊരു പദ്ധതി പ്രദേശത്തെ ഊരുനിവാസികളെ ബാധിക്കുമെന്നാണ് പരാതി. കോടതി നടപടികൾ പൂർത്തിയായിട്ടില്ലാത്ത സാഹചര്യത്തിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് ഒരു ജനസമുദായത്തെ ഇല്ലാതാക്കാനാണെന്നും ആദിവാസികളും പ്രകൃതി സ്നേഹികളും പറയുന്നു. ഊരുകൂട്ടങ്ങളുടെ അനുമതിയില്ലാതെ സർക്കാരിന് പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്നും ഊരുമുപ്പത്തി ഗീത പറഞ്ഞു. ഇപ്പോഴുള്ള ആ വെള്ളം സ്റ്റോറേജ് ചെയ്യാൻ ഡാമിന് കഴിയാതെ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാതെ നമ്മളുടെ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി വീണ്ടും കൊണ്ടുവന്ന് വാഴച്ചാൽ കോളനിയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മുതലുള്ള മറ്റു കാര്യങ്ങൾക്കെല്ലാം തടസ്സപ്പെടുത്തി ഇവരെ വീണ്ടും കാടിനകത്തോട്ട് തള്ളിവിടാനാണ് സർക്കാരിന്റെ തീരുമാനം. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് ചാലക്കുടിപ്പുഴ സംരക്ഷണ സമിതി പറഞ്ഞു. 10 വർഷം മുൻപ് UDF ഗവൺമെന്റ് തന്നെ ഉപേക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതിയാണ് വൈദ്യുത മന്ത്രി നടപ്പാക്കുമെന്ന് പറയുന്നതെന്നും ആക്ഷേപമുയരുകയാണ്. 10 വർഷം മുമ്പ് UDF ഈ പദ്ധതി വേണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുള്ളതാണ്. അത് UDF നേതാക്കൾ തന്നെ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതിയെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ അനുമതികളും 2017 കൂടി അവസാനിക്കുകയും അതിനെ തുടർന്ന് ഈ സമരം വിജയിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് സമരം അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആരെങ്കിലും ഇനി ഈ പദ്ധതിയുമായി മുന്നോട്ട് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കാനായിട്ട് ജനങ്ങൾ വീണ്ടും ഒറ്റക്കെട്ടായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. എല്ലാ അനുമതികളും റദ്ദാക്കിയതോടെ 2017 തന്നെ അതിരപ്പള്ളി സമരസമിതി പ്രതിഷേധം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതാണ്. UDF നേതാക്കൾ തന്നെ വൈദ്യുത മന്ത്രിയെ തിരുത്തിയില്ലെങ്കിൽ കൂടുതൽ സമരമാർഗവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് പ്രകൃതി സ്നേഹികളും ഊരുനിവാസികളും വ്യക്തമാക്കി. അമൃത ന്യൂസ്, തൃശൂർ. കനത്ത മഴ ഇടുക്കിയിൽ മൺസൂൺ ടൂറിസത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടതോടെ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും മുൻകൂട്ടി മുറികൾ ബുക്ക് ചെയ്തവർ ഇവ വ്യാപകമായി റദ്ദാക്കുന്നു. മഴ മുന്നറിയിപ്പുകളും ദേശീയപാതയിലെ അപകട ഭീഷണിയുമെല്ലാമാണ് ഇടുക്കിയിൽ മൺസൂൺ ടൂറിസത്തിന് തിരിച്ചടിയായത്. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മഴക്കാല വിനോദസഞ്ചാരത്തിനായി കൂടുതലും മുറികൾ ബുക്ക് ചെയ്തിരുന്നത്. രാത്രിയാത്രാ നിരോധനം, കൊച്ചി ധനുഷ്കോടി ദേശീയപാത, മലയോര ഹൈവേ എന്നിവിടങ്ങളിലെ ഗതാഗത നിയന്ത്രണം തുടങ്ങിയവ മൺസൂൺ ടൂറിസത്തെ പ്രതികൂലമായി ബാധിച്ചു. വിനോദസഞ്ചാര മേഖലയിലെ വ്യാപാരികളും റിസോർട്ട് ഉടമകളും ഇതോടെ വലിയ പ്രതിസന്ധിയിലാണ്. ഇവിടുത്തെ നല്ല വെള്ളച്ചാട്ടങ്ങളും എല്ലാം കാണാം. അതിൻ്റെ പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ പറ്റുന്നത് മഴക്കാലത്തായിരുന്നു. നിർഭാഗ്യവശാൽ ഇപ്പം ഇടുക്കിയിലേക്ക് ആൾക്കാർ മഴ പെയ്തു കഴിഞ്ഞാൽ യാത്രാ നിരോധനവും ഹൈറേഞ്ചിലേക്കുള്ള ടൂറിസം മേഖലകളെല്ലാം അടയ്ക്കണമെന്നുള്ള നിർദ്ദേശങ്ങളുമായിട്ട് ആരും തന്നെ വരാത്തൊരവസ്ഥയാണ്. കോവിഡ് നിപ്പ നിയന്ത്രണങ്ങൾക്ക് ശേഷം കഴിഞ്ഞ 2 വർഷമായാണ് മൺസൂൺ ടൂറിസം സജീവമായത്. എന്നാൽ മഴക്കാല നിയന്ത്രണങ്ങൾ വീണ്ടും തിരിച്ചടിയായി. വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവനം പോലും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. അമൃത ന്യൂസ്, ഇടുക്കി. വിവിധ കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മന്ത്രി OJ ജനീഷ് ഇന്ന് ഡൽഹിയിലെത്തും. കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി കൂടിക്കാഴ്ച നടത്തും. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളെയും
ഒ ജെ ജനീഷ് ഡൽഹിയിൽ കാണും. മന്ത്രിസ്ഥാനവും സംഘടനാ ചുമതലയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒ ജെ ജനീഷ് രാഹുൽ ഗാന്ധിയെ അറിയിക്കും. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം രാഹുൽ ഗാന്ധിയെ നേരിട്ട് അറിയിക്കും. ഒഴുക്കിൽപ്പെട്ട 2 പേരുടെ ജീവൻ രക്ഷിക്കാൻ നേതൃത്വം നൽകിയ ഒരു +2 വിദ്യാർത്ഥിയുണ്ട് കോട്ടയത്ത്. ഏറ്റുമാനൂർ നീറിക്കാട് സ്വദേശി ആരുഷ് എസ് നായർ എന്ന 17 വയസ്സുകാരൻ. കഴിഞ്ഞ ആഴ്ച മീനച്ചിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രിക്കുമാണ് ആരുഷ് രക്ഷകനായത്. ഓഗസ്റ്റ് 2 ഞായറാഴ്ചയായിരുന്നു സംഭവം. രാവിലെ ആരുഷ് തൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് മീനച്ചിലാറ്റിൽ 2 പേർ ഒഴുക്കിൽപ്പെട്ടു എന്നറിയിച്ച് ആരുഷിൻ്റെ അമ്മ പ്രീതകുമാരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. പ്രദേശവാസിയും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനുമായ രാജേഷും അദ്ദേഹത്തിൻ്റെ സഹോദരിപുത്രിയുമാണ് അവരുടെ തറവാട്ട് വീട്ടിലേക്ക് വള്ളത്തിൽ പോകുമ്പോൾ ഒഴുക്കിൽപ്പെട്ടത്. ഈ ഭാഗത്തെ തണലോരം വിശ്രമ കേന്ദ്രത്തിൽ ബോട്ട് ഓടിക്കാറുള്ള ആരുഷ് ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് ഓടി. ആറ്റുതീരത്തുണ്ടായിരുന്ന ചെറുവള്ളത്തിൽ തൻ്റെ ബോട്ടിന് അടുത്തെത്തിയപ്പോഴേക്കും ആരുഷിൻ്റെ അച്ഛൻ ലിനീഷും മറ്റ് 2-3 പേരും കൂടി എത്തിയിരുന്നു. നമ്മൾ 5 പേരാണ് ഈ ബോട്ടിൽ പോയത്, ഞാൻ ഉൾപ്പെടെ 5 പേര്. അപ്പത്തനും അവിടെ ആയിട്ട് പോലെ എത്തിയപ്പോഴത്തേനും നല്ല ഒഴുക്കുണ്ടായിരുന്നു. ആദ്യം അച്ഛനും പിന്നെ അപ്പുറത്ത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലും കൂടെ 2 പേരും കൂടെ ചാടി. ആദ്യം ചേച്ചിയെ ലൈഫ് സ്റ്റാക്ക് ചിരിപ്പിച്ചതിന് ശേഷം ചേച്ചിയെ കൂടെ വെള്ളത്തെ കയറ്റിയിട്ട് പുറകെ അച്ഛനെ കയറ്റുമായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ഇതുവഴി തന്നെ ഇവിടെ കൊണ്ട് നിറക്കുമായിരുന്നു അവർ ചെയ്തത്. ഈ ബോട്ട് നല്ല സ്പീഡിൽ കൊടുത്തിട്ട് തന്നെ ഭയങ്കര കയറിപ്പോകാനൊക്കെ പാടായിരുന്നു. ശക്തമായ മഴവെള്ളപ്പാച്ചിലിലും ആരുഷ് ധൈര്യത്തോടെ ബോട്ട് നിയന്ത്രിച്ച് നിർത്തി. ഒപ്പമുണ്ടായിരുന്നവർ വെള്ളത്തിൽ വീണ 2 പേരെയും സാഹസികമായി രക്ഷപ്പെടുത്തി. ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി വന്നിട്ട് ഇത്രയും വെള്ളത്തിൽ നിൽക്കും, എന്താ ചെയ്യേണ്ടത് അറിയത്തില്ല. പിന്നെ ബോട്ടിൻ്റെ കയറിട്ട് തരുന്നു, കയറെ പിടിക്കുന്നു, ബോട്ട് അടുപ്പിക്കാൻ നോക്കുന്നു. ഭയങ്കര ഒഴുക്ക്. ആ ഒഴുക്കത്ത് ഇവരെ പിടിച്ച് കയറ്റാനുള്ള വെപ്രളത്തിൽ 2 പേര് ഇദ്ദേഹത്തിൻ്റെ തോളെ നിൽക്കുക. ഇവരെ 2 പേര് ഓൾറെഡി ബോട്ടെ കയറ്റാൻ പറ്റും. 2 പേരുടെ ജീവൻ രക്ഷിക്കാനായി മകനെ പറഞ്ഞയക്കുമ്പോൾ മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുകയാണെന്ന് പ്രീതാകുമാരിയും ഓർത്തിരുന്നില്ല. ആ ഒഴുക്കത്ത് ബോട്ട് ഓടിച്ചു പോകാന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി റിസ്ക്കുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചെന്നിട്ടാണ് അവിടെ ചെന്നിട്ട് പിന്നെ ബോട്ട് നിർത്തിയാണ് ഇവരെ. അപ്പോൾ നമുക്ക് സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ, ഇവരെ കാണാൻ പറ്റത്തില്ല. ഇവിടെ ഇരുന്നാൽ പോലും കാണത്തില്ല, ആ സൈഡിലായോണ്ടേ ഒച്ച മാത്രമേ നമുക്ക് കേൾക്കുന്നുള്ളൂ. പെങ്കൊച്ചിൻ്റെ നിലവിളി കേട്ടെന്ന. രക്ഷാപ്രവർത്തനത്തിന് ആരുഷ് മുൻപേ ഇറങ്ങിപ്പുറപ്പെട്ടതുകൊണ്ടാണ് മറ്റുള്ളവർ ഒപ്പം കൂടിയത്. ഇവർ എത്താൻ അല്പം വൈകിയിരുന്നെങ്കിൽ 2 വിലപ്പെട്ട ജീവനുകൾ നഷ്ടമാകുമായിരുന്നു. മാത്രമല്ല ആറ്റിലെ കുത്തൊഴുക്കിലും ധൈര്യം വിടാതെ ആരുഷ് ബോട്ട് നിയന്ത്രിച്ച് നിർത്തിയതുകൊണ്ട് മാത്രമാണ് 2 ജീവനുകളും രക്ഷിക്കാനായത്. കോട്ടയം കുമാരനെല്ലൂർ ദേവിവിലാസം സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ ആരുഷിന് ഇപ്പോൾ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും എല്ലാം അഭിനന്ദന പ്രവാഹമാണ്. അമൃത ന്യൂസ്, കോട്ടയം. മരപ്പണിയിലെ ചെത്തുമിനുക്കുകൾക്കിടയിൽ കവിതകളെ നെഞ്ചിലേറ്റി മോഹനൻ കുറുമ്പയിൽ. മരംവെട്ടുകാരനായ മോഹനൻ തൻ്റെ ജീവിതയാത്രയിൽ നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ കവിതകളിലൂടെ തിരിച്ചുപിടിക്കുകയാണ്. തൻ്റെ 3ാമത്തെയും 4ാമത്തെയും കവിതാ സമാഹാരം പുറത്തിറക്കിയിരിക്കുകയാണ് ഇദ്ദേഹം. അമ്മ പറഞ്ഞു അമ്പിളി മാമൻ അകലത്താണെന്ന്, ഇന്ത്യ പറഞ്ഞു ചന്ദ്രൻ നമ്മുടെ വരുതിയിലാണിപ്പോൾ, നിരവധി ശാസ്ത്ര ഗവേഷണ പദ്ധതി ഇവിടെ നടന്നതിലെ. മരത്തടിയിൽ ആഞ്ഞുവെട്ടുന്നതിനിടയിൽ മനസ്സിൽ കുറിച്ചിട്ട വരികൾ ഒടുവിൽ മോഹനൻ കുറുമ്പോയിൽ കവിതാ സമാഹാരമായി പുറത്തിറക്കി. പ്രീ ഡിഗ്രി പഠനം പാതി വഴിയിലാക്കി പണിക്കിറങ്ങിയ കൗമാരകാലവും ജീവിക്കാൻ മരത്തടികൾക്കൊപ്പം മഴവുമായി ഇറങ്ങിയ യൗവനകാലവും പിന്നിട്ട് 35ാം വയസ്സിലാണ് മോഹനൻ കുറുമ്പോയിൽ കവിതാരചനയിലേക്ക് തിരിയുന്നത്. 57ാം വയസ്സിൽ കവിത സമാഹാരമായി പുറത്തിറക്കി. 35 വയസ്സിന് ശേഷമാണ് ഈ ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതി തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണ് ആദ്യത്തെ പുസ്തകം ഒരു 19 കവിതകളടങ്ങുന്ന വർത്തമാനം എന്ന് പറഞ്ഞ കവിത 2015 പുറത്തിറക്കുന്നത്. എഴുതി വെച്ച കവിതകൾ സമാഹരിച്ചുകൊണ്ടാണ് ഇത്തവണ സാമൂഹ്യപാഠം എന്നുള്ളൊരു പുസ്തകം ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ സാമൂഹ്യപാഠം എന്നുള്ളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതും സ്വന്തം പേരിൽ തന്നെയാണ് പ്രസിദ്ധീകരണം. ഇപ്പോൾ ഒരു 40-45 വർഷത്തിലോളായി രാമായണം പാരായണം ചെയ്തു വരികയാണ് സ്ഥിരമായിട്ട്. മരം മുറിക്കുന്ന പണിക്ക് കുറേ പോയിട്ടുണ്ട്. 20-25 വർഷത്തോളം മരം കയറി മുറിക്കുകയും അങ്ങനെയുള്ള കഠിനമായ പണിയൊക്കെ എടുത്തിട്ടുണ്ട്.
ഇപ്പം തുടർന്ന് വരുന്നത് അതിൻ്റെ ബാക്കിയുള്ള പണികളാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരങ്ങൾ ചെത്തി മിനുക്കുന്ന പണിയിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തനിക്ക് ചുറ്റുമുള്ള പലതും കവിതകളായി പിറന്നു. സാമൂഹ്യപാഠം, തുഞ്ചൻ പ്രപഞ്ചം എന്നീ പുസ്തകങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. അക്ഷര സദസ്സുകൾക്ക് ഉപയുക്തമായ വിഷയങ്ങളെ അധികരിച്ച് സരസ ശ്ലോകങ്ങളും രചിച്ചിട്ടുണ്ട്. രാമായണ പാരായണത്തിലും അഗ്രഗണ്യനാണ്. ഉള്ളുലയുന്ന പ്രയാസങ്ങളിൽ നിന്നും പിറവിയെടുത്ത കവിതകളാണ് മോഹനൻ കുറുമ്പോയിലിൻ്റേത്. ഏതു സാഹചര്യത്തിലും നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങൾ നാം വിചാരിച്ചാൽ തിരിച്ചെടുക്കാമെന്നാണ് ഇദ്ദേഹം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. സജി തറയിലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഓണക്കാലത്ത് പച്ചക്കറികളുടെ വില പിടിച്ചു നിർത്തിയിരുന്ന കർഷക വിപണികൾ പ്രതിസന്ധിയിലാണ്. വന്യമൃഗ ശല്യവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കർഷകർ പച്ചക്കറി കൃഷിയിൽ നിന്ന് പിൻവാങ്ങിയതാണ് VFCKയുടെ കർഷക വിപണികൾക്ക് തിരിച്ചടിയായത്. ഇത് ഓണക്കാലത്ത് പച്ചക്കറികളുടെ വില കുതിച്ചുയരാനും കാരണമാവും. ഒരു കാലത്ത് കാർഷിക കേരളത്തിന്റെ നട്ടെല്ലായിരുന്നു കർഷക വിപണികൾ. എന്നാൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷികളിൽ നിന്ന് കർഷകർ പിൻവാങ്ങിയതോടെ ഇപ്പോൾ വിപണികളും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. 55 രൂപ, 55 രൂപ, 55 രൂപ, 55 രൂപ, 55 രൂപ, 56 രൂപ, 56 രൂപ, 56 രൂപ, 56 രൂപ, 56 രൂപ, 3 നേരം പ്രദീപ്. ഇടുക്കി ജില്ലയിൽ കാന്തന്നൂർ, വട്ടവട ഉൾപ്പെടെ 19 കേന്ദ്രങ്ങളിലാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള കർഷക വിപണികൾ ഉള്ളത്. ഏത്തയ്ക്ക, ചെറുവാഴക്കുലകൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം കർഷകർക്ക് നേരിട്ട് വിപണിയിലെത്തിച്ച് വിൽക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഓണക്കാലത്ത് പോലും വിപണികളിലേക്ക് പച്ചക്കറികൾ എത്തുന്നില്ല. നേന്ത്രക്കായ മാത്രമാണ് പലയിടത്തുമുള്ളത്. ഓണമൊക്കെ ആയിട്ട് ഉൽപ്പന്നങ്ങൾ ഏത്തക്കൊലയിൽ നിന്ന് മാറുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കാർഷിക മേഖല വളരെ പുറകോട്ടാണ്. കാരണം കർഷകർ ഈ പച്ചക്കറി, പാവല, പയറൊക്കെ ഇവിടെ 10-30 ടണ്ണ് വന്നുകൊണ്ടിരുന്നതാണ്. ആ കാലഘട്ടത്തിൽ നിന്നെല്ലാം കൃഷിക്കാർ കൃഷി പരാജയമായതിൻ്റെ പേരിൽ പുറകോട്ട് മാറി. തന്നെയല്ല, നമ്മുടെ ഇടുക്കിയിലെ സംബന്ധിച്ചിടത്തോളം ഏലകൃഷി വളരെ വ്യാപകമായി ആ രീതിയിലേക്ക് കർഷകർ മാറിക്കഴിഞ്ഞു. പല കർഷക വിപണികളിലും ഒരു സാമ്പത്തിക വർഷത്തിൽ 4 കോടി രൂപയുടെ വരെ പഴം, പച്ചക്കറികൾ എത്തിയിരുന്നു. എന്നാൽ ഇന്ന് വാർഷിക വിറ്റുവരവ് 25 ലക്ഷത്തിൽ താഴെയായി. ജീവനക്കാരുടെ കുറവും VFPCKയുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിച്ചു. കർഷക വിപണികളുടെ തകർച്ച ഓണക്കാലത്ത് പച്ചക്കറികൾക്ക് വില കുതിച്ചുയരാൻ കാരണമാക്കും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. മലപ്പുറം കൊണ്ടോട്ടി കീഴ്ശ്ശേരിയിൽ ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം. മഞ്ചേരി കീഴ്ശ്ശേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് മറിഞ്ഞത്. ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇരുവർക്കും നിസ്സാരമായി പരിക്കേറ്റു. രാത്രി തന്നെ ബസ് തോട്ടിൽ നിന്ന് ഉയർത്തി. വടകര MDMA കേസുമായി ബന്ധപ്പെട്ട് കാവ്യ, നീഷ്മ എന്നിവരെ ചോദ്യം ചെയ്യുന്നതിനായി ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. നേരത്തെ കസ്റ്റഡിയിൽ ലഭിച്ച കീർത്തനയെ 2 ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. വടകര NDPS കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. കീർത്തന നൽകിയ മൊഴിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ 2 പേരിൽ നിന്നും ചോദിച്ചറിയുന്നതിലൂടെ MDMA കേസ് അന്വേഷണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കുറ്റ്യാടിയിൽ 3 പേർക്ക് വെട്ടേറ്റു. ഷോജിൻ, ബബിൻ, അശ്വിൻ എന്നിവർക്കാണ് ഇന്നലെ അർദ്ധരാത്രി വെട്ടേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കസ്റ്റഡിയിലാണ്. നാദാപുരം സ്വദേശി ശ്രീജിത്താണ് കസ്റ്റഡിയിൽ ഉള്ളത്. കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പോലീസ്. പ്രണയം ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പഠിപ്പിച്ച നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രതിഫലനമാണ് അമൃത എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ച ഹെലിപാഡ് എന്ന് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു. എന്തൊക്കെ നേട്ടങ്ങൾ സ്വന്തമാക്കിയാലും ഒരു ജീവൻ രക്ഷിക്കുക എന്നതാണ് പരമപ്രധാനമെന്നും മറ്റുള്ളവരുടെ വേദനയ്ക്ക് പരിഹാരം കണ്ടെത്തണം എന്നുമുള്ള അമ്മയുടെ ദർശനമാണ് 24 മണിക്കൂറിനുള്ളിൽ ഹെലിപാഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീണ്ടകരയിലെ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിലിനു വേണ്ടി അമ്മയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാതാ അമൃതാനന്ദമയി മഠം ഒറ്റ രാത്രി കൊണ്ട് ഒരു ഹെലിപാഡ് നിർമ്മിച്ചത് എങ്ങനെയെന്ന് വ്യക്തമാക്കുകയായിരുന്നു സ്വാമി അമൃത സ്വരൂപാനന്ദപുരി. ഓം അമൃതേശ്വരി നമഃ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി നിസ്വാർത്ഥതയാണ്. നിസ്വാർത്ഥ സ്നേഹം, നിസ്വാർത്ഥമായ സേവനം. അതിൻ്റെ ഫലമാണ് കഴിഞ്ഞ 24 മണിക്കൂർ കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കയിലാണ്. ഇവിടെ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 2 മണിയോട് കൂടിയാണെന്ന് തോന്നുന്നു
കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്നെ വിളിച്ചത്. അദ്ദേഹം ഇതാണ് ആവശ്യം എന്ന് പറഞ്ഞു. ഈ നിർഭാഗ്യവാനായ യുവാവ്, ആ യുവാവിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും നീറുന്ന ഹൃദയങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി ഒരു ഹെലിപാഡ് വേണം. അത് അമൃതപുരി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ തന്നെ അമ്മയെ ബന്ധപ്പെട്ടു, അമ്മയെ വിളിച്ചു. അമ്മ ഉടൻ തന്നെ യാതൊരു സംശയം കൂടാതെ ഒരു ജീവൻ്റെ രക്ഷയ്ക്കായിട്ടുള്ളതല്ലേ, വേഗം ചെയ്യണം എന്ന് പറഞ്ഞു. ആ വാക്കുകളുടെ ശക്തി അതാണ് 24 മണിക്കൂറിനുള്ളിൽ ഒരു ഹെലിപാഡ് അമൃതപുരി ക്യാമ്പസിൽ, എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ നിർമ്മിക്കാൻ സാധിച്ചത്. അമ്മയുടെ ആ വാക്കുകളിൽ നിന്ന് ഉൾക്കൊണ്ട പ്രേരണ, ആ ശക്തി ആവാഹിച്ച് എടുത്ത് അത് കർമ്മത്തിൽ പ്രാവർത്തികമാക്കിയ ആശ്രമത്തിലെ അന്തേവാസികൾ, മറ്റ് സേവാപ്രവർത്തകർ, നിർമ്മാണ പ്രവർത്തകർ, അവരും അങ്ങേയറ്റം പ്രശംസ അർഹിക്കുന്നു. അവരുടെ സ്നേഹം, സേവനം, സമർപ്പണം ഇതെല്ലാം മഹത്തായതാണ്. അപ്പോൾ ഏതായിരുന്നാലും അമ്മ പറയാറുണ്ട്, നമ്മൾ അന്യഗ്രഹങ്ങളിൽ പോകുവാൻ കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നു, പക്ഷേ പലപ്പോഴും നമുക്കൊരു ജീവനെ രക്ഷിക്കാൻ സാധിക്കാറില്ല. ഒരു ജീവൻ എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യജീവൻ മാത്രമല്ല. അത് മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും മറ്റ് ജീവജാലങ്ങളാണെങ്കിലും അതെല്ലാം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ആ വില, ഒരു ജീവൻ്റെ വില അറിയാവുന്നതുകൊണ്ട്, മറ്റുള്ളവരുടെ വേദന അറിയാവുന്നതുകൊണ്ട്, അത് ദർശനങ്ങളിലൂടെ, അമ്മയുടെ ദർശനത്തിലൂടെ അമ്മ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞതുകൊണ്ട് അമ്മയ്ക്ക് 24 മണിക്കൂറിനുള്ളിൽ ഇത് തീർക്കണം എന്ന് പറയുവാൻ, അങ്ങനെ നിർദ്ദേശം നൽകുവാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ആ ശക്തിയാണ്, ആ ശക്തി ഉൾക്കൊണ്ടതുകൊണ്ടാണ് ആശ്രമാന്തേവാസികൾക്കും മറ്റുള്ളവർക്കും ഈ ഹെലിപാഡ് ഇത്ര വേഗത്തിൽ തീർക്കാൻ സാധിച്ചത്. ഓം അമൃതേശ്വരി. രാമ രാമ ജയ സീതാരാമ. രാമായണം കേവലം ഒരു ഐതിഹ്യമല്ല, വാത്മീകി കുറിച്ചുവെച്ച ചരിത്രരേഖയാണെന്നും സീതാപഹരണത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ ദീർഘകാലം തങ്ങിയത് നമ്മുടെ കേരളത്തിലാണെന്നും അവകാശപ്പെടുകയാണ് ചരിത്ര ഗവേഷകനായ പ്രവീൺ ശങ്കരമംഗലം. വാത്മീകി രാമായണത്തിലെ ഭൂപ്രകൃതിയും സ്ഥലനാമങ്ങളും കേരളവുമായി എങ്ങനെ ഒത്തുപോകുന്നുവെന്ന് തെളിവുകൾ നിരത്തി വ്യക്തമാക്കുകയാണ് അദ്ദേഹം. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വിവിധ മന്ത്രാലയങ്ങൾക്കും സമർപ്പിച്ചു. രാമായണ സർക്യൂട്ടിൽ കേരളത്തെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദശരഥരാമൻ വരും, കൗസല്യാരാമൻ വരും, ഈ ശബരിപീഠത്തിങ്കൽ രാമൻ വരും. രാമായണ കഥയിലെ സുപ്രധാന ഏടുകൾ നടന്നത് കേരളത്തിലാണെന്ന കണ്ടെത്തലിലേക്ക് പ്രവീൺ ശങ്കരമംഗലം എത്തുന്നത് ഇങ്ങനെയാണ്. വാൽമീകി രാമായണം ഇത്ര വിസ്തൃതമായി പറഞ്ഞിരിക്കുന്ന ഈ ഭൂമി, ഈ പച്ചപ്പ്, ഈ പ്രകൃതി, ഈ പശ്ചിമോട്ട് പ്രത്യേകം നമ്മുടെ ഈ തടമാണ്. രാമായണത്തിൽ പരാമർശിക്കുന്ന പമ്പാ സരസ് നമ്മുടെ പമ്പാ നദി തന്നെയോ എന്ന സംശയത്തിനും അദ്ദേഹത്തിന് വ്യക്തമായ മറുപടിയുണ്ട്. ഒരു കവി ഒരു തടത്തെ, ഒരു തീരത്തെ, നദീതീരത്തെ വർണ്ണിച്ചിരിക്കുന്ന പമ്പയെ പറ്റിയാണ് ലോകത്ത്. അത് വാൽമീകി രാമായണമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും ആധുനിക, ഇന്നത്തെയും ഏറ്റവും വലിയ പാരസ്യ ദൃശ്യകാവ്യം കൂടിയാണ് വാൽമീകി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങൾ പമ്പയെയും പമ്പ തടത്തിനെയും പറ്റിയാണ്. രാമായണത്തെ ഒരു പുരാണം എന്നതിലുപരി ചരിത്രരേഖയായി കാണണമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ജടായുവിന്റെ ദഹനത്തിന് ശേഷം കുറച്ച് ഭാഗങ്ങൾ വളരെ വേഗത്തിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഏകദേശം 1600-1700 കിലോമീറ്റർ ഭഗവാൻ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടെ നടന്നിട്ടുണ്ട്. ഒരു 50-55 ദിവസം എടുത്തിട്ട് ഏകദേശം ഒരു ദിവസം 30 കിലോമീറ്റർ നമ്മുടെ രാമായണം കാണുമ്പോൾ നമുക്ക് ഗണിച്ചെടുക്കാൻ കഴിയും. വാൽമീകി വിശേഷിപ്പിച്ച അതേ പച്ചപ്പ് ഇന്നും നമ്മുടെ നാടിന്റെ അടയാളമായി നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു.
ശബരിമല ഉൾപ്പെടെയുള്ള ശക്തമായ തെളിവുകൾ മുന്നിലുണ്ടായിട്ടും ഈ വസ്തുത അംഗീകരിക്കാൻ നമ്മൾ മടിക്കുന്നതിനെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. ഭഗവാൻ ഹനുമാൻ സ്വാമിയാണ് ആദ്യമായി നദിയിൽ നിന്ന് അതിനെ വിളിക്കുന്നത് പോലും പമ്പാ തടത്തിൽ വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹം ഹസ്തദാനം ചെയ്യുന്ന രീതി കണ്ട് അദ്ദേഹം 16-ാം നൂറ്റാണ്ടിലെ വ്യാഖ്യാത പറയുന്നത് കേരളീയമാണ്. ചെറിയാനവട്ടത്തെ പറഞ്ഞിട്ടുണ്ട്, വലിയാനവട്ടത്തെ ശിശുനാഗങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് കൃത്യമായി എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ പമ്പയുടെ തീരത്തെത്തും. പമ്പയുടെ പടിഞ്ഞാറക്കലാണ് ഭഗവാൻ ശ്രീരാമേന്ദ്രൻ വരുന്നത്. നമുക്കൊരു കബന്ധൻ വഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു 1.5 ദിവസം പുറകിലുള്ള വഴി തൊട്ട് നമുക്ക് കുറച്ചുകൂടി കൃത്യമാണ്. രാവണൻ അങ്ങോട്ട് പോകുന്ന വഴി ഇതിലും പറയുന്നുണ്ട്. അതിലാണ് കുരുമുളക് വരുന്നത്, ജാതി വരുന്നത്, നാളികേരത്താൽ ഉപശോഭിതമായ നാടെന്ന് പറയുന്നത്. ഈ നാടിനെ രാവണൻ കടന്നു പോകുന്നതിനെ വാൽമീകി പറയുന്നത് നാളികേരത്താൽ ഉപശോഭിത നാടേതാ. ഹംപിയിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോകുന്ന നിലവിലെ രാമ സർക്യൂട്ട് പശ്ചിമഘട്ടത്തിലെ കേരളത്തിന്റെ ഭാഗങ്ങളിലൂടെ പുനഃക്രമീകരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്റെ പഠനങ്ങൾ ക്രോഡീകരിച്ച് പ്രധാനമന്ത്രിക്കും സാംസ്കാരിക മന്ത്രാലയത്തിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും ഉൾപ്പെടെ അദ്ദേഹം നിവേദനം നൽകിയിട്ടുണ്ട്. ഈ കലണ്ടറിന് വ്യത്യാസമുണ്ട്. ഇത് ഞാൻ മുൻകൂട്ടി പറയാം. അന്നത്തെ കലണ്ടർ ഒരു 72 വർഷം കഴിയുമ്പോൾ ഒരു ദിനത്തിന്റെ അന്തരം ഉണ്ടാകും. ഈ കലണ്ടർ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ആഷാഢമല്ല അന്നത്തെ ആഷാഢം, അല്ല ഇന്നത്തെ ശ്രാവണം, ഇന്നത്തെ കർക്കിടകമായി. തൽക്കാലം ഇതൊന്നിനും പറ്റിയ കാലമല്ല, മഴക്കാലമാണ്. ഇവിടുത്തെ മൺസൂണിന്റെ ഒരു വർണ്ണന തന്നെ, ഒരു അധ്യായം തന്നെ പ്രാവിഡ വർണ്ണനയാണ്. കൃത്യമായ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട സംഗീതം തന്നെയാണ്. ലോകത്തെ ഏറ്റവും പഴയ സൂര്യാരാധനാ കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല, യാതൊരു സംശയമില്ല. നാടിന്റെ ഐതിഹ്യങ്ങൾക്കും ചരിത്ര വഴികൾക്കും പുതിയൊരു വ്യാഖ്യാനം നൽകുന്ന ഈ പഠനം അധികൃതർ എങ്ങനെ കാണുമെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് വിപണി വിലയിരുത്തുന്നു. ദിലീപ് പറയുന്നത് എന്താണ് കേൾക്കാം. നേട്ടത്തിൽ തന്നെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. ഒട്ടേറെ ഘടകങ്ങൾ ഈ ഒരാഴ്ച വിപണിയെ സ്വാധീനിക്കാനുണ്ട്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ, രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്ക്, ആഗോളതലത്തിലാണെങ്കിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം, US ഇറാൻ തമ്മിലുള്ള സമാധാന ചർച്ചയുടെ പുരോഗതി, US വരാനിരിക്കുന്ന പണപ്പെരുപ്പ് നിരക്ക്, ഇതെല്ലാം ഈ ഒരാഴ്ച വിപണിയെ സ്വാധീനിച്ചേക്കും. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. നാളിതുവരെ പുറത്തു വന്ന പ്രവർത്തന ഫലങ്ങളെല്ലാം വളരെ അനുകൂലമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു സ്വാധീനത്തിലാണ് കഴിഞ്ഞ ആഴ്ച വിപണിയിൽ ഒരു മുന്നേറ്റം പ്രകടമായിരുന്നതും. വരും ദിവസങ്ങളിലും അത് തന്നെ വിപണിയെ കാര്യമായി സ്വാധീനിച്ചേക്കും. ക്രൂഡ് ഓയിൽ വിലയും ഒരു പ്രധാന ഘടകം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ക്രൂഡ് ഓയിൽ വിലയിൽ ഏതാണ്ട് 9% ഇടിവാണ് ഉണ്ടായത്. ഇത് US ഇറാൻ സമാധാന ചർച്ച പുരോഗമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സ്വാധീനമാണ്. അത് തുടരുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലമായ ഫലം വെളിവാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും സാങ്കേതികമായി 24,800 എന്ന നിലവാരം തന്നെയാണ് മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് ഏറ്റവും പ്രധാനം. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം തുടരുന്നൊരു സാഹചര്യത്തിൽ 25,000 എന്ന നിലവാരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. 24,500 എന്നുള്ള നിലവാരം അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുകയും ചെയ്യും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വളരെ പ്രധാനം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പല ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപകരായതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചയും അവർ ആ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ അതും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകം തന്നെയായിരിക്കും. എന്തായാലും നേട്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച പ്രകൃതി സൗഹൃദ പാർക്കിനുള്ള APJ അബ്ദുൽ കലാം നാഷണൽ അവാർഡ് മലപ്പുറം വളാഞ്ചേരി ഫ്ലോറ ഫാന്റാസിയ അമ്യൂസ്മെന്റ് പാർക്കിന്. ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ തമിഴ്നാട് നിയമസഭാ സ്പീക്കർ JCD പ്രഭാകറിൽ നിന്ന് പാർക്ക് മാനേജിംഗ് ഡയറക്ടർ ബാപ്പുട്ടി കോണിക്കൽ അവാർഡ് ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഈ നേട്ടം കരസ്ഥമാക്കുന്നത്. മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് പഞ്ചായത്തിൽ വെങ്ങാട് തൂതപ്പുഴയുടെ തീരത്ത് 200 അടിയോളം ഉയരത്തിലുള്ള കുന്നിൻ ചെരുവിലാണ് ഫ്ലോറ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ശ്രീലങ്ക ക്രിക്കറ്റ് 11-മായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യക്ക് 6 വിക്കറ്റ് ജയം. 207 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 214 റൺസ് എടുത്തു. അവസാന ഓവറിൽ 3 സിക്സർ അടിച്ച സിറാജ് ആണ് ഇന്ത്യക്ക് ജയം സമ്മാനിച്ചത്. നേരത്തെ 6 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് എന്ന നിലയിൽ ലങ്ക 11 രണ്ടാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. വെള്ളിയാഴ്ച ഗാലയിലാണ് ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സർഫറാസ് ഖാനെ ഉൾപ്പെടുത്തി. പരിക്കേറ്റ് പുറത്തായ സായ് സുദർശന് പകരമാണ് സർഫറാസ് വീണ്ടും ടീമിൽ ഇടം കണ്ടെത്തിയത്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട് വരും മണിക്കൂറുകളിൽ. ഇപ്പോൾ നമ്മൾ കേട്ട വാർത്തകളിലൊക്കെ അപ്ഡേഷനും വന്നുകൊണ്ടേയിരിക്കും. എല്ലാം കാണാം. ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.